ഞാൻ എന്തെങ്കിലും PM ശ്രീയെക്കുറിച്ച് ഞാനായിട്ട് എന്തെങ്കിലും പറയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചേക്കിലെ മയിൽക്കുറ്റിക്ക് പോലും അറിയാം എന്താണ് PM ശ്രീ. LDF സർക്കാർ എന്താണ് ചെയ്തത്. അവർ MOU ഒരു ഘട്ടത്തിൽ ഒപ്പിട്ടു. അതിനുശേഷം അന്ന് പറഞ്ഞ കാരണം എന്താണെന്നറിയാം. SSK ഫണ്ട് അടക്കം തടഞ്ഞു നിർത്തുകയായിരുന്നു. അത് വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഒപ്പിട്ടത്. ഇതൊരു തന്ത്രപരമായ സമീപനമാണ് എന്ന് വീശി അങ്ങോട്ട് ആവർത്തിച്ച് പറയുകയായിരുന്നു. അത് കഴിഞ്ഞു. അതിനുശേഷം അത് മരവിപ്പിച്ചു. അതറിയാം. അന്ന് വലിയ നിലപാടെടുത്ത മനുഷ്യന്മാരാണ് ഇപ്പുറത്തെ പ്രതിപക്ഷത്തിരുന്നിരുന്നത്. അവർ ഭരണപക്ഷത്തിരുന്നപ്പോൾ ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഇതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, വലിയൊരു യൂ ടേൺ ആണെന്നൊക്കെ ഇതിനോടകം തന്നെ അവർ തന്നെ അവരുടെ പ്രതികരണങ്ങളിലൂടെ, വിവിധ സമയത്തെ പ്രതികരണങ്ങളിലൂടെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും അടൂർ പ്രകാശിനെ ഇന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെയും ഇന്നത്തെയും രണ്ട് വാർത്താ സമ്മേളനങ്ങൾ മാധ്യമങ്ങളെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യമായിട്ടും ഓന്തു വന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുമെന്ന്. കാരണം ഈ മേഖലയിൽ, തങ്ങൾക്ക് വൈദഗ്ധ്യമുള്ള മേഖലയിൽ അതിനേക്കാൾ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനെ സ്വാഭാവികമായി നമ്മൾ ആരായാലും ഒന്ന് ബഹുമാനിച്ചു പോകും. അത് ഇന്ന് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. വിജൃംഭിച്ചു പോകില്ലേ മനുഷ്യന്മാർ മുഴുവൻ. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഇതുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇന്ന് ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഞങ്ങളിത് പരിശോധിക്കും, ഉപസമിതിയുണ്ട് എന്നൊക്കെ ലീഗിനോട് ചേർന്നിട്ടുള്ള ഒരു നിലപാടെടുത്ത് പോകുന്നു. അത് ഇനിയിപ്പോൾ ഞാൻ പറയാണ്, എന്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇവിടെ കഴിഞ്ഞു പോയതെന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്ന് LDF കണ്ടെത്തി കേന്ദ്ര കമ്മിറ്റി അടക്കം അംഗീകരിച്ച കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ആ കാലത്തെ രാഷ്ട്രീയ പ്രചാരണം, അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണം, അത് വികസനവും ക്ഷേമവും മുൻനിർത്തി മാത്രമുള്ളതാകുകയും അതിൽ അവരുടെ രാഷ്ട്രീയം ഉൾച്ചേർക്കാൻ പറ്റിയിട്ടുമില്ല എന്നുള്ളതാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി LDF കണ്ടെത്തിയിരിക്കുന്നത്. ആ സമയത്ത് അതുകൂടി പരിഹരിച്ചുകൊണ്ട്, അതുകൂടി ഉൾച്ചേർത്തുകൊണ്ട്, അതായത് വലിയ രാഷ്ട്രീയം ഉൾച്ചേർത്തുകൊണ്ട് രാഷ്ട്രീയ പ്രചാരണം നടത്തിയവരായിരുന്നു UDF. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധം PM ശ്രീ ആയിരുന്നു അവർക്ക്. ആ PM ശ്രീയിൽ കോൺഗ്രസ് ഒരു വലിയ നിലപാടെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നിലപാടുകളുടെ രാജകുമാരനായ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു നിലപാടെടുക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തിരുന്നത് ലീഗായിരുന്നു. എന്തൊക്കെ നിലപാടുകളാണ് ഇത് VD സതീശൻ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എന്തൊക്കെ നിലപാടുകളാണ് എടുത്തിരുന്നത്? ഏറ്റവും സ്വാഗതാർഹമായ നിലപാടുകളായിരുന്നു എടുത്തിരുന്നത്. നമ്മൾ പോലും പല വിഷയങ്ങളിലും ഇദ്ദേഹം ഈ നിലപാടിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഇതൊരു പ്രതീക്ഷയാണല്ലോ എന്നായിരുന്നു കണ്ടിരുന്നത്. സ്വാഭാവികമായും അത് ലീഗിനടക്കം ബോധിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഗ് കോണി വെച്ച് കൊടുക്കുകയായിരുന്നു കോൺഗ്രസിന്, മലബാറിലടക്കം. അതുകൊണ്ട് തന്നെയല്ലേ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വലിയ തേരോട്ടം തന്നെ അവിടെ നടത്തിയിരിക്കുന്നത്. ഈ PM ശ്രീ വഴി ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ, മുഖ്യമന്ത്രി VD സതീശൻ്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇരിക്കുമ്പോൾ വാക്കുകൾ തന്നെ കടമെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് CPI BJP ബന്ധത്തിൻ്റെ ഇടനില ശ്രീ M ആയിരുന്നു, ഇപ്പോൾ BJP CPM ബന്ധത്തിൻ്റെ ഇടനില PM ശ്രീ. RSS അജണ്ട ഇവിടെ നടപ്പാക്കുകയാണ്. ഇത് കീഴടങ്ങലാണ്, ഇത് കുനിഞ്ഞു നിൽക്കലാണ്, എന്തൊക്കെയായിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെയുള്ള ഒരു വലിയ സമൂഹത്തിന്, ഒരു വേള ഇടതുപക്ഷത്തിലുള്ള ആളുകൾക്ക് പോലും സംശയമായി, ഇതെന്താ ഒരു സന്ധി ചെയ്യലാണോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ന്യൂനപക്ഷത്തുള്ളവർ ഏത് തരത്തിലായിരിക്കും അതിനെ കണ്ടുകഴിക്കുക. ന്യൂനപക്ഷ സംഘടനകളെ അടക്കം ഒപ്പം നിർത്താനും അതുവഴി ഒരു ന്യൂനപക്ഷ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കാനും അവർക്ക് അതുവഴി അത് പെട്ടിയിലാക്കാനും 102 സീറ്റ് വാങ്ങി വിജയിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഈ നിലപാടിൻ്റെ ഭാഗമായിട്ട്. അതിനായിരുന്നു അന്ന് ലീഗ് എന്ത് ചെയ്തു, ആ ഫാസിസ്റ്റ് വിരുദ്ധതയുടെ പ്രതിരോധത്തിൻ്റെ അട്ടിപ്പേറാവകാശം ഞങ്ങൾക്ക് തന്നെയാണ്, ഞങ്ങൾ ഉറപ്പായാലും VD സതീശനെ പിന്തുണയ്ക്കുന്നു എന്ന നിലക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്ന സഹോദരങ്ങളായിരുന്നു ഇവരന്ന് ചെയ്തിരുന്നത്. എന്നിട്ട് ഇന്ന് എന്താ സംഭവിച്ചത്? ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് പോലെ വെറുതെ ഒന്ന് UDFൽ ഡേ ഇൻ UDF മീറ്റിംഗ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് അർച്ചന ചേട്ടാ, നമ്മുടെ ലോക്സഭയിലെ മുത്തലാഖ് ബില്ല് പാസ്സാക്കുമ്പോൾ വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി ഇവിടുത്തെ കേരളത്തിലെ അദ്ദേഹം കല്യാണം കൂടാൻ പോയിട്ട് അവിടെ പോയിരുന്നില്ല. അതുപോലെ ഒന്നുകിൽ UDF മീറ്റിങ്ങിൽ ഇവർ ഒന്നുകിൽ പോയില്ല, അല്ലെങ്കിൽ പിന്നെ ഉപസമിതി ഉണ്ടല്ലോ, പിന്നെ ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറാനാണ് ഞങ്ങളിവിടെ ഉപസമിതിയെ വെച്ച് പഠിക്കുന്നതെന്നാണല്ലോ ഇവരുടെ മന്ത്രി നൗഷാദ് അടക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷംസുദ്ദീൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ചിലപ്പോൾ ആ യോഗത്തിൽ പോയിരിക്കുന്നു. ആ യോഗത്തിൽ പോയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു ഊഹം മാത്രമാണ്, യോഗത്തിൽ പോയിരിക്കുന്നു. പക്ഷേ ലീഗിനെ പാടെ അങ്ങ് ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് വന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു. ഇതാണല്ലോ ചെയ്തിരിക്കുന്നത്. ഇന്ന് ലീഗിന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, റാൻഡം തോട്ട്സ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് ലീഗിന് എന്ത് സംഭവിച്ചു? ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫ് അവിടെ നിന്നോട്ടെ, ഇന്ന് ലീഗിന് എന്ത് സംഭവിച്ചു? ലീഗിൻ്റെ വലിയ കൂട്ടുകാരായിരുന്നു ലീഗും പ്രതിപക്ഷ നേതാവും, അന്നത്തെ പ്രതിപക്ഷ നേതാവും VD സതീശനും തമ്മിൽ. ഇന്നത്തെ മുഖ്യമന്ത്രി ലീഗായിരുന്നല്ലോ പിൻബലം ഇദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ളത്. അപ്പോൾ അത്ര വലിയൊരു സൗഹൃദം, സാധാരണ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ രക്ഷിതാക്കളടക്കം പറയും,
ശ്രദ്ധിക്കണം, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്ന് പറയും. അപ്പോൾ അന്ന് ചന്ദനമായിരുന്നു സത്യത്തിൽ നിലപാട് കൊണ്ട് നല്ല ചന്ദന സുഗന്ധമുള്ള നിലപാടുകൾ പറഞ്ഞിരുന്നത്. അത് PM ശ്രീ ആയിക്കോട്ടെ, മദ്യനയമായിക്കോട്ടെ, സാമൂഹിക സംഘടനകളുമായിട്ടുള്ള ജാതി സംഘടനകളുമായിട്ടുള്ള സമീപനമായിക്കോട്ടെ, എല്ലാത്തിലും നല്ല സുഗന്ധമുള്ള നിലപാടുകളായിരുന്നു. അപ്പോൾ അന്നൊരു സുഹൃത്തായി, ഏറ്റവും അടുത്ത സുഹൃത്തായി ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷവും മുഖ്യമന്ത്രി VD സതീശൻ ഏറ്റവും അടുത്ത സുഹൃത്തായി നിലകൊണ്ടിരുന്നത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ കാര്യത്തിൽ ഒറ്റ കാര്യം ഞാൻ ഇടപെട്ട് പറഞ്ഞോളൂ. കുഞ്ഞാലിക്കുട്ടി എല്ലാ കാലത്തും അതാത് കാലത്തെ മുഖ്യമന്ത്രിമാരുമായി ഏറ്റവും അടുപ്പമുള്ള ആളായിരിക്കും. അവർക്ക് ഏറ്റവും വലിയ പിന്തുണയും കൊടുക്കും. പക്ഷേ പിന്തുണയും കൊടുക്കും. ഞാൻ പറയുന്നത് അത് നല്ല ഒക്കച്ചങ്ങായിമാരായ കൂട്ടുകാരായിരുന്നു. പക്ഷേ ഇപ്പോൾ ലീഗിന് ഈ കാര്യത്തിൽ ചാണകം മണത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു തീർച്ചയായും. കാരണം ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള നിയമനങ്ങൾ ഈ ലീഗിലെ തന്നെ ആളുകളുടെ മുൻ നിലപാടിനെ പ്രതിസന്ധിയിലാക്കുന്ന, ലീഗിൻ്റെ തന്നെ നിലപാടിനെ പ്രതിസന്ധിയിലാക്കുന്ന ചില തീരുമാനങ്ങൾ ഇദ്ദേഹം എടുക്കുമ്പോൾ ലീഗിന് ഇതുപോലെ നിന്ന് പിന്തുണ കൊടുക്കാനല്ലാതെ മറന്നു പോകുന്നു. ഈ കാലഘട്ടത്തിൽ സത്യത്തിൽ KM ഷാജി പറഞ്ഞ പോലെ അറബിക്കടലിൽ കാണുന്ന ഒരു സാധനം ഒന്നേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ലീഗിന് കൈമോശം വന്ന ഒറ്റ കാര്യമാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ രാഷ്ട്രീയ നിലപാടുകളായിരുന്നു. ഈ ഘട്ടത്തിൽ അബ്ദുൾ വഹാബിൻ്റെ ഈ മറുപടി, ഈ ചോദ്യവും അതിലുള്ള മറുപടിയോടും കൂടി അറബിക്കടലിൽ നിന്ന് സത്യത്തിൽ അവർ വാരിയെടുത്തു കൊണ്ടുവന്നത് അവരുടെ നിലപാട് തന്നെയായിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് തുറന്നടിച്ചിരിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരു ചർച്ചയില്ല, ഉപസമിതി വരട്ടെ, നമ്മൾ അതിൽ തീരുമാനം അറിയിക്കുന്നതാണ്. കാരണം ഇതൊരു പച്ചയായ സത്യമായി ഇങ്ങനെ മുന്നിൽ നിൽക്കുകയല്ലേ. ഇവരുടെ തന്നെ നിലപാട് ഇവരെ നോക്കിക്കൊണ്ട് ഇതിങ്ങനെയല്ലേ നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിരുന്നത് എന്ന നിലക്ക് അങ്ങനെ ഉള്ളതല്ലേ. കുറഞ്ഞ പക്ഷം അവരുടെ അണികളോടെങ്കിലും ഇവർക്ക് അവരെ ബോധ്യപ്പെടുത്തണ്ടേ ഇതിങ്ങനെയാണ്. ഇനി ഇതേ ഞാൻ പറഞ്ഞത് ഈ ചാണകം മണം എന്നുള്ളത് അത് പാണക്കാടടക്കം ലീഗിലടക്കം എല്ലാവർക്കും നേരത്തെ മണത്തതല്ലേ. എല്ലാവരും മുറുമുറുപ്പുകൾ ഉന്നയിക്കുന്നില്ലേ. അതടക്കം UDF യോഗത്തിൽ പറയും, സംഭവിക്കും എന്ന് തന്നെയല്ലേ വിചാരിച്ചിരുന്നത്. അങ്ങനെ തന്നെ മുറുമുറുപ്പ് സംഭവിച്ചിട്ട് പോലും PM ശ്രീയുമായി മുന്നോട്ട് എന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ ലീഗിനെ കൂടുതൽ വിമർശിക്കാൻ നിൽക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ഈ അറബിക്കടലിൽ നിന്ന് വാരിയെടുത്ത ഈ നിലപാടുമായി വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി കോൺഗ്രസ് അടക്കം മയപ്പെട്ടു. ഇന്ന് മയപ്പെട്ടെന്ന് മാത്രമല്ല, സമ്മർ സോൾട്ട് അടിച്ചു ഇദ്ദേഹം എന്നുള്ളതാണ്. അതിന് കാരണമായത് സത്യത്തിൽ വഹാബ് MPയുടെ ഈ കാര്യം കൊണ്ട്. ചെന്നിത്തല മാത്രമാണ്, ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി മാത്രമാണ് എന്താണ് ഈ വിഷയത്തിലുള്ള പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എന്ന് പഠിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും ഈ കാര്യം കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ചോദ്യങ്ങൾ കൂടിയാണല്ലോ പുറത്തിറങ്ങിയാൽ മൈക്ക് വെക്കുമ്പോൾ ആദ്യം വരുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നതിനുള്ള ഒരു തടസ്സം, ഇത് പറഞ്ഞതുപോലെ ആരോ ന്യായീകരിക്കുന്നത് കണ്ടിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ല. ആരാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം വാങ്ങിയെടുത്തത്? ആരാണ് ചോദിച്ചത്? ഞങ്ങളല്ലേ അത് ചോദിച്ചത്, ഞങ്ങളല്ലേ ഉത്തരം വാങ്ങിയെടുത്തത്. അതിലെന്താണ് കുറ്റം, പ്രശ്നം എന്താണ് എന്നൊക്കെ ചോദിച്ച് ന്യായീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ ആലോചിക്കുന്നത് ഇതിനു മുമ്പ്, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് എന്തായാലും രോഗി ഇച്ഛിച്ചിരുന്നത് ഈ ഉത്തരമായിരുന്നില്ല. ഇതിനകത്ത് ഈ ചോദ്യങ്ങൾ അങ്ങനെ വരാൻ കാരണം ഞാൻ കരുതുന്നത് എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവരിത് പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണ് PM ശ്രീ, എങ്ങനെയാണ് ഇത് നടപ്പാകുന്നതെന്ന് പഠിക്കുന്നതിനപ്പുറം അത് പഠിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് ഈ സമയത്താണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നേരത്തെ തന്നെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. എപ്പോൾ ഈ അധികാരത്തിൽ വരുന്നതിന്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ ചോദിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് ഇപ്പോഴാണ് ഇത് പഠിക്കാനുള്ള സമയമായി ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴാണ് പഠിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വലിയ കനപ്പെട്ട ഡയലോഗുകളൊക്കെ ഷാജി നല്ല രസമായിട്ട് ഡയലോഗ് ഡെലിവറി ഉള്ള ആളാണ്. അദ്ദേഹം സിനിമയിലൊക്കെ പോയാൽ പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഡയലോഗ് ഡെലിവറിയുടെ ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹത്തെ സിനിമയിലെടുത്തത്. അദ്ദേഹം കുറേ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അതുപോലെ KM ഷാജിക്ക് വേണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അതുപോലെ അസാമാന്യമായ അതെ നല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ഡെലിവറിയും പുള്ളി ചില വാക്കുകൾക്ക് കൊടുക്കുന്ന സ്ട്രെസ്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തോന്നും. അപ്പോൾ അങ്ങനെ അദ്ദേഹം കടുപ്പത്തിൽ ഇതൊക്കെ പറഞ്ഞു പോയ കാലത്തൊക്കെ തന്നെ ഇതേക്കുറിച്ചൊരു വ്യക്തത അദ്ദേഹത്തിന് എന്താണ് PM ശ്രീ എന്നും ഞാൻ പറഞ്ഞ ഇതിൻ്റെ സാങ്കേതികമായ വശം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമാണ്. അവർക്ക് അതുകൊണ്ടായിരിക്കാം ഈ ഉപസമിതി രൂപീകരിക്കപ്പെട്ടിട്ടും ഇക്കാര്യത്തിലൊരു ഇത്ര വളരെ കൃത്യമായ ഉത്തരങ്ങൾ ലഭിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാൻ ഇവർക്ക് വൈകുന്നതിന് കാരണം അവരിപ്പോഴാണ് പഠിക്കുന്നത്. ഇപ്പോഴാണ്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു നേട്ടം ഉണ്ടാക്കി PM ശ്രീ. അത് പക്ഷേ ആ നേട്ടം ഇതിനെക്കുറിച്ച് കാര്യമായി പഠിക്കാതെ തന്നെ ഇവരുണ്ടാക്കിയതാണെന്നുള്ളതാണ്. ലീഗിന് എന്തായാലും ഈ വിഷയത്തിലൊരു തിരിച്ചറിവ് ഈ ഘട്ടത്തിലെങ്കിലും
അല്പമെങ്കിലും വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഉപസമിതി റിപ്പോർട്ട് വരട്ടെ, അതിലെന്താണ് പ്രതികരിക്കുന്നത്, അതിലെന്താണ് നിലപാട് അറിയിക്കുന്നതെന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ലീഗിന് ഒരു വെളിപാട് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നത്. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ലീഗിനെ അഭിനന്ദിക്കാൻ വേണം, ആരും നിരാശപ്പെടുത്തരുത് എന്നുള്ളതാണ്. കാരണം അവർ തന്നെ പറഞ്ഞ അവരുടെ നിലപാടിനെ സാധൂകരിക്കണമെങ്കിൽ തീർച്ചയായും ഈ ഘട്ടത്തിൽ ഇങ്ങനെയെങ്കിലും നിലകൊള്ളണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊരു പ്രതീക്ഷ കൂടിയാണ്. കാരണം ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നയവും ഭരണപക്ഷത്തെത്തുമ്പം വെറും നുണയും പണവും മാത്രം എന്നുള്ളൊരു നയത്തിലേക്ക് നമ്മൾ മാറരുതല്ലോ. 4 കാശിനു വേണ്ടി നയത്തെ അറബിക്കടലെറിയേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ ആ നയത്തിലായിരുന്നു അന്ന് ഊന്നി നിന്നിരുന്നത്. ആത്മാഭിമാനം പണയം വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തമിഴ്നാട് മോഡലിൽ നിങ്ങൾ കോടതിയിൽ പോകണം എന്ന് പറഞ്ഞ ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം അതൊക്കെ ഓർത്തിട്ടുണ്ടാവും. അദ്ദേഹത്തെ അതെല്ലാം അല്ലെങ്കിൽ തിരിച്ച് ബൂമറാങ്ങായി അദ്ദേഹത്തിൽ തന്നെ വന്ന് ഭവിച്ചിട്ടുണ്ടാകും. എന്തായാലും ഇതൊരു പ്രതീക്ഷയാണ് കേട്ടോ, ഇന്ന് ലീഗ് വന്നിട്ട് ഇത്തരമെങ്കിലും പറഞ്ഞതിൽ. തീർച്ചയായും. മാത്രമല്ല ഒരുപക്ഷെ അതായത് ഒന്ന് സംസ്ഥാനത്തിന് പണം ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പം കടക്കണിയിലാണ് ഈ സംസ്ഥാനമെന്ന് വല്ലാതെ പറയുകയും കൂടുതൽ കടമെടുക്കാനുള്ള അനുമതി തേടിക്കൊണ്ട് കേന്ദ്രത്തിന് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അതധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും അതങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് സമാന്തരമായി എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ഈ കാര്യത്തിലൊക്കെ പണം ആവശ്യമുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ നടത്തുന്നത്. അതിൽ പക്ഷേ ഈ പറഞ്ഞ രാഷ്ട്രീയം ഭരണത്ത് വെച്ചിട്ടുള്ള ശ്രമം ആകുമ്പോഴുള്ള പ്രശ്നമാണത്. ലീഗ് പക്ഷേ ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ഈ കാര്യത്തിൽ കടുത്ത നിലപാട് ഇനി തുടർന്നങ്ങോട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അതിന് വേറൊരു കാരണം, ഈ എന്താ പ്രശ്നം, ലീഗിന് വോട്ട് ചെയ്തവർ അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ, UDF വോട്ട് ചെയ്തവരിൽ ബഹുഭൂരിപക്ഷവും PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നവരാണ്. അതിനോട് എതിർപ്പുള്ളവരാണ്, അത് രാഷ്ട്രീയമായി എതിർപ്പുള്ളവരാണ്. അതായത് ഒരുപക്ഷെ ലീഗിനുള്ളതിനേക്കാൾ രാഷ്ട്രീയം ആ വോട്ട് ചെയ്തവർക്കുണ്ട്. ഈ കാര്യത്തിൽ നിലപാടുണ്ട്. ഈ കാര്യത്തിൽ അത് ലീഗ് തിരിച്ചറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ അഴകുഴമ്പൻ നിലപാട് ഈ സമയത്ത് ഇതുവരെ സ്വീകരിച്ചത്. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ എതിർപ്പുണ്ടായി. മാത്രമല്ല ഈ വലിയ പിന്തുണ കൊടുത്ത ആളുകളെല്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ എതിർപക്ഷത്ത് നിൽക്കുന്നവർ, രാഷ്ട്രീയമായി ലീഗിനെ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘടനകൾ, ഇപ്പോൾ SDPI പോലുള്ള സംഘടനകളൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് ലീഗിനെതിരെ ഉന്നയിക്കുന്നത് ഈ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ആ നിലയ്ക്ക് രാഷ്ട്രീയ പരാജയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണെന്ന് ഇവർക്ക് അറിയാം. വെൽഫെയർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പിന്തുണ സർക്കാരിന് കൊടുത്ത അല്ലെങ്കിൽ UDF കൊടുത്ത പാർട്ടി എന്ന് വെച്ചാൽ അവരുടെ വലിപ്പം കൊണ്ടല്ല, വലിപ്പത്തിൽ വളരെ ശുഷ്കമായ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് അത്യാവശ്യം പ്രചാരണോപാധികളുണ്ട്, ചാനലുണ്ട്, TV ഉണ്ട്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് TV മറ്റ് പത്രമൊക്കെ ഉള്ളതുകൊണ്ട് അവർ നല്ല പിന്തുണ കൊടുത്തിരുന്നു. ആ പിന്തുണയും ഒറ്റയടിക്ക് ഈ വിഷയത്തിൽ അവർക്ക് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അങ്കലാപ്പിലാവുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തൽക്കാലം തീരുമാനത്തിൽ അവർ മുൻ തീരുമാനത്തിൽ, അതായത് PM ശ്രീ വേണ്ടെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്.